അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രതീകങ്ങൾ എന്താണെന്നും അത് എന്തിനെയാണ് പ്രാതിനിധ്യം ചെയ്യണേ എന്നും പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടീച്ചർ തരുന്ന ആൻസറുമായിട്ടൊന്ന് ഒത്തു നോക്കിയിട്ട് അത് ശരിയാണോ, നിങ്ങളുടെ എന്തെങ്കിലും തെറ്റുണ്ടോ കുറവുണ്ടോ വെച്ചാൽ അത് മനസ്സിലാക്കിയിട്ട് അതൊന്ന് ശരിയാക്കി എഴുതിക്കോളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ പ്രതീക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്നതിലെ ഭാഗത്ത് ടൂട്ടാപഹിയ, ചക്രവ്യൂഹ്, അഭിമന്യു, ബ്രഹ്മാസ്ത്ര, മഹാരഥി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ ടൂട്ടാപഹിയ പ്രതിനിധിത്വം ചെയ്യുന്നത് രണ്ടെണ്ണം ഉണ്ട്. സാധാരണ മാനവനെയും ആവാം, ലഘുമാനവ് എന്നും അതിനെ എഴുതാം. ഇനി അടുത്തത് ചക്രവ്യൂഹമാണ്. ചക്രവ്യൂഹം എന്തിനാ ചോദിച്ചാൽ സമസ്യ, പ്രശ്നങ്ങളെയാണ് ചക്രവ്യൂഹം, ബുദ്ധിമുട്ടുകളെ, പ്രശ്നങ്ങളെ. അഭിമന്യു അധർമ്മക്കെ വിരോധി, അധർമ്മത്തിനെ എതിർക്കുന്ന ആളെയും, അതുപോലെ സാഹസി യുവപീഠിയെയും, സാഹസികൻ എന്ന് പറഞ്ഞാൽ യുവജനങ്ങളെയും അത് താരതമ്യം ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ബ്രഹ്മാസ്ത്രമാണ്. ബ്രഹ്മാസ്ത്രം മഹാശക്തി, വലിയൊരു ശക്തിയെ പ്രദാനം ചെയ്യുന്നു. മഹാരഥി എന്നുള്ളത് അസത്യ അധർമ്മി എന്നാണ് കൊടുക്കുന്നത്. അസത്യ അധർമ്മി, അസത്യത്തെയോ അല്ലെങ്കിൽ അധർമ്മത്തെയോ പ്രതിദാനം ചെയ്യുന്നതാണ് മഹാരഥി. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയെടുക്കുക, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, ശരിയായ ഉത്തരം എഴുതിയെടുക്കുക കേട്ടോ. ഇനി ഈ പാഠഭാഗത്തിൽ അടുത്തത് എന്താ? ടൂട്ടാപഹിയ എന്നുള്ള കവിതയുടെ ടിപ്പണി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മൂന്ന് ക്വസ്റ്റ്യൻ്റെതായ ആൻസറുകൾ ഞാൻ തന്നിരുന്നു. അത് ചേർത്തെഴുതാൻ വെച്ചാൽ അത് മതി. ഇനി പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ടീച്ചർ ഇപ്പോൾ നോട്ട് തരാം. അപ്പോൾ നോട്ടിലെ തന്നിരിക്കുന്നതിലെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ബ്രാക്കറ്റ് ചെയ്ത്, അത് മാത്രം എഴുതിയെടുത്താൽ മതി കേട്ടോ. ഇനി അടുത്ത ഭാഗം ബണ്ടി എന്നൊരു അധിക വായനയാണ്. അപ്പോൾ അത് വലിയ പ്രാധാന്യം ഇല്ലാത്ത ഒരു ഉപന്യാസാംശമാണ്. അപ്പോൾ അതിന് പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് അത് സ്കൂൾ തുറന്നു വരുമ്പോൾ എടുത്തു തരാം. അപ്പോൾ അത് പരീക്ഷയ്ക്കൊന്നും വരണതല്ല, അതൊരു അധിക വായനയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി, വായിച്ച് മനസ്സിലാക്കിയാലും മതി. പിന്നെ ക്ലാസ് സ്കൂൾ തുറന്നു വരുമ്പോൾ അത് എടുത്തു തരാം. ഇനി അടുത്ത യൂണിറ്റ് ഇക്കായി ദോ എന്ന് പറഞ്ഞ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കലാം പ്രസംഗിക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു കുട്ടിയുടെ സ്വപ്നമൊക്കെ ഒരു ഭാഗം കാണാം. ഹർ കലാ പ്രകൃതി കി നക്കൽ ഹെ, നക്കൽ മീൻസ് കോപ്പി. ഓരോ കലയും പ്രകൃതിയുടെ അനുകരണമാണ് എന്നാണ് തന്നിരിക്കുന്നത്. എന്താണ് പറയാൻ കാരണമെന്നത് നമുക്ക് നോക്കാം. ഇനി അടുത്ത ഭാഗമാണ് അയാം കലാം കെ ബഹാനെ എന്നുള്ള ഒരു ഭാഗം. കലാമിനെ പോലെ ആകാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ കലാമിനോട് വളരെയധികം താല്പര്യമുള്ള ഒരു കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം. അപ്പോൾ എഴുതിയിരിക്കുന്നത് ഇതൊരു സിനിമയെ ആധാരമാക്കിയിട്ടാണ്. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ഫിലിം ലേഖാണ്. ഒരു സിനിമ ഉണ്ട്, ആ സിനിമയുടെ അതിനെക്കുറിച്ചൊരു ലേഖനം, അതിനെക്കുറിച്ചൊരു തയ്യാറാക്കിയിരിക്കുന്ന കാര്യമാണ് തന്നിരിക്കുന്നത്. അയാം കലാം കെ ബഹാനെ എഴുതിയിരിക്കുന്നത് മിഹിർ ആണ്. ഇപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഭാഗം കാണാം കേട്ടോ. അപ്പോൾ തന്നിരിക്കുന്ന പാഠഭാഗം ഇങ്ങനെയാണ്. गाँव के स्कूल में मेरा एक साथी था मोरपाल, वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था LOOK, लुक यानी लुक के देखना। नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगह भी साथ ही थी. गांव के स्कूल में मेरा एक साथी था मोरपाल, साथी കൂട്ടുകാരൻ. ഗ്രാമത്തിലെ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ എൻ്റെ കൂട്ടുകാരനായിരുന്നു മോർപാൽ എന്ന കുട്ടി. ഇവിടെ ഞാൻ എൻ്റെ എന്ന് പറയുന്നത് മിഹിർ തന്നെയാണ്. മിഹിറിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को, അപ്പം അംഗ്രേസി മീൻസ് ഇംഗ്ലീഷ്,
ഇംഗ്ലീഷ് എടുക്കുന്ന അധ്യാപകൻ ഒരു ദിവസം ലുക്ക് എന്ന ഇംഗ്ലീഷ് വേർഡിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ മത്ലബ് ഔർ സഹി ഹിജ്ജെ, ഹിജ്ജെ മീൻസ് സ്പെല്ലിംഗ്, ശരിയായ അർത്ഥവും അതിൻ്റെ സ്പെല്ലിങ്ങും ബത്തായാഥ പറഞ്ഞു. LOOK, ലുക്ക് എന്നുള്ള സ്പെല്ലിങ് പറഞ്ഞു. ലുക്ക് കെ ദേക്കിന, അതായത് ഒളിച്ചൊളിച്ച് നോക്കുക അല്ലെങ്കിൽ നോക്കുക എന്നാണ് അർത്ഥം എന്നിങ്ങനെ പറഞ്ഞു. നാം കാ പെഹല അക്ഷർ, नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगह भी साथ साथ ही थी. नाम का पहला अक्षर, അതായത് ആദ്യത്തെ അക്ഷരം, പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഒരേപോലെ ആയതുകൊണ്ട്, അപ്പം മിഹിർ എന്നും മോർപാൽ എന്നും അക്ഷരങ്ങൾ ഉമ്മ എന്നുള്ള അക്ഷരമായതുകൊണ്ട്, യം എന്നുള്ള അക്ഷരമായതുകൊണ്ട് സാത്ത് സാത്ത് ബൈഠ്നേക്ക്, ഒരുമിച്ചിരിക്കാനുള്ള അവസരം ഉണ്ടായി. അതെവിടെ? ക്ലാസ് കി ദരി പട്ടി, ഇപ്പം ദരി പട്ടി മീൻസ് വിരിപ്പ് എന്ന് പറയും, അതായത് പായോ പുൽത്തകടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇരിക്കും. അപ്പം നിലത്ത് ചമ്രം പടഞ്ഞിരുന്നിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഒരുമിച്ചിരിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടായി. वही मोरपाल जिसके मेरे खाने के डिब्बे में राजमा देखते ही बाँचें घी जाती थी. അപ്പോൾ മോർപാലിനെ എൻ്റെ ടിഫിൻ ബോക്സിലെ രാജ്മ, അതൊരു തരം പയറാണ്, നമ്മുടെ സാധാരണ പയറിനേക്കാളും ഒരു 4 ഇരട്ടി 5 ഇരട്ടി വലിപ്പമുള്ള അത്രയും വലിയൊരു പയറാണ് രാജ്മ എന്നുള്ളത്. ഒരു പയർ വർഗ്ഗമാണ്. ആ സാധനം, ആ ഭക്ഷണം, ആ പയർ കൊണ്ടുണ്ടാക്കിയ ആ ഭക്ഷണം കണ്ടിട്ട് കൊതി ഉണ്ടാവാറുണ്ട്. ബാച്ചേം ഘീ ജാന പറഞ്ഞു കഴിഞ്ഞാൽ കൊതി തോന്നാറുണ്ട് എന്ന് പറയാണ്. ഹമാര സൗദാഥ, സൗദാന കച്ചവടം, ഒരു ചെറിയ ഒരു കച്ചവടം അവിടെ നടക്കുകയാണ്. ഘേൽഘണ്ടി മീൻ ഖാനേക്ക് അദലാ ബദലിക്ക, അദലാ ബദലി പറഞ്ഞാൽ ഷെയർ ചെയ്യുക, പരസ്പരം ഷെയർ ചെയ്യുക. അപ്പോൾ ഘേൽഘണ്ടി പറഞ്ഞാൽ ബെല്ലടിച്ചു കഴിഞ്ഞാൽ, കളിക്കാനുള്ള ബെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇൻ്റർവെല്ലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ പരസ്പരം ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. യാനി മേരെ ടിഫിൻ കെ രാജ്മ ചാവൽ ഉസ്കെ, എൻ്റെ ഞാൻ കൊണ്ടുവന്ന രാജ്മ എന്ന ഭക്ഷണം ചോറും അവനും, ഉസ്കെ ഘർ സെ ആയ ബഡാസ ചാച്ച് കാ ഡിബ്ബ മേര, ചാച്ച് മന മോര്, ആ കുട്ടി മോര് കൊണ്ടുവരും, ഡബ്ബയിൽ മോര് കൊണ്ടുവരും, ആ മോര് എനിക്കും തരും. ഉസേ പത്താ ഥാ കി ചാച്ച് മേരി കംസോരി ഹെ, മോര് എനിക്ക് വളരെയധികം എൻ്റെ വീക്ക്നെസ് ആണ് എന്നുള്ള കുട്ടിക്ക് അറിയായിരുന്നു. ലേക്കിൻ മുझे മോർപാൽ സെ മിൽനെ സെ പെഹലെ കതയി അന്ദാസ നഹീ ഥാ കി मेरे लिए രാജ്മ ജैसे സാമാൻ സി ചീസ് കെ ലിയെ ഇത്തിനെ ഘാസ് ഹോ സക്തി ഹെ. അപ്പോൾ രാജ്മ എന്നുള്ളത് ഇത്തിരി വില കൂടിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ്, പയറാണ്. അതുകൊണ്ട് അത് എന്നെ സംബന്ധിച്ച് അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഒരിക്കലും മുൻകൂട്ടി തീരുമാനിക്കാൻ സാധിച്ചില്ല. രാജ്മ ജേസി സാമാൻസി, സാധാരണ ഉപയോഗിക്കുന്ന ഈ രാജ്മ പോലത്തെ ഒരു ഭക്ഷണം ഇത്തിനി ഘാസ് ഹോ സക്തി ഹെ, ആർക്കെങ്കിലും ഇത്രയും പ്രാധാന്യം ഉണ്ടാവും എന്നത് എനിക്ക് അറിഞ്ഞിരുന്നില്ല. मोरपाल ने मेरे टिफिन ബോക്സ് മേം രഖേ രാജ്മ കോ ഖാനെ സെ പെഹലെ കഭി രാജ്മ ദേഖാ ഭി നഹീ താ. അതേപോലെ തന്നെ ഈ രാജ്മ എന്നുള്ള ഭക്ഷണം ആദ്യമായിട്ടാണ് മോർപാലും കാണുന്നത്. വഹ് ഹമാരെ സ്കൂൾ കെ 15 കിലോമീറ്റർ ദൂർ കെ കിസി ഗാവ് മേ സൈക്കിൾ ചലാത്ത റോസ് സ്കൂൾ ആത്താ താ. 15 കിലോമീറ്റർ, 15 മീൻസ് 15 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിൽ നിന്നും വളരെ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലെ സൈക്കിൾ ചലാത്ത, സൈക്കിൾ ചവിട്ടിക്കൊണ്ടാണ് ദിവസവും സ്കൂളിലേക്ക് വരും, റോസ് ദിവസവും വരാറ്. മേ ആജ് തക് നഹീം ജാൻ പായാ കി, ഞാൻ ഒരിക്കലും ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യം ഇതാണ്. കേസെ വഹ് ഉസ് ചാച്ച് കെ ഡിബ്ബെ കോ റോസ് 15 കിലോമീറ്റർ ബിനാ ജറാ ഭി ചൽക്കായെ ലിയെ ആത്താ ഥാ. എനിക്ക് ഇന്നും മനസ്സിലാവാത്തൊരു കാര്യം ഇതാണ്. ചാച്ച് കെ ഡിബ്ബെ, മോര് കൊണ്ടുവരുന്ന ആ ഡബ്ബ, ബിനാ ജറാബി ചെൽക്കായ, ചെൽക്കായ പറഞ്ഞാൽ തുളുമ്പി പോവുക, പുറത്തേക്ക് ഒരു തുള്ളി മോര് പോലും പോകാതെ 15 കിലോമീറ്റർ ദൂരയിൽ നിന്ന് സൈക്കിൾ ചവിട്ടി എങ്ങനെ അവൻ വന്നിരുന്നു എന്നുള്ളത് എനിക്ക് ഇന്നും അറിയാത്തൊരു കാര്യമാണ് എന്ന് കുട്ടി പറയുന്നു. मैं स्कूल जाने में रोया करता था, रोज नए बहाने बनाया करता था, और जब तेज बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती तो मैं घर पर नाचा करता. लेकिन मैं समझ नहीं पाता था कि मोरपाल और उसके जैसे मेरे कई और सहपाठी बिना नागा रोज स्कूल क्यों चले आते थे. മേ സ്കൂൾ ജാനെ മേ രോയ കർത്ത, രോന പറഞ്ഞ കരയാ. എനിക്ക് സ്കൂളിൽ പോകാൻ മടിയായിരുന്നു, അപ്പം ഞാൻ എന്നും കരയും.
റോസ് നയേ ബഹാനെ ബനായ കർത്ത, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ സ്കൂൾ മുടങ്ങാനായിട്ട് ശ്രമിക്കാറുണ്ട്. ജബ് തേസ് ബാരിഷ് കെ ദിനോമേ, തേസ് ശക്തിയായ ബാരിഷ് മഴ, ശക്തിയായ മഴയുണ്ടാകുന്ന സമയങ്ങളിൽ സ്കൂൾ കെ രാസ്തേ പാനി ഭർ ജാനേ സേ, സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ ചുട്ടി ഹോ ജായ കർത്തി, അവധി കിട്ടാറുണ്ട്. തോ മേ ഘർ പർ നാച്ചാ കർത്ത, ആ സമയങ്ങളിൽ ഞാൻ വീട്ടിൽ നിന്ന് ഡാൻസ് ചെയ്ത് നൃത്തം ചെയ്യാറുണ്ട്. അപ്പം അത്രയും സന്തോഷമാണെന്ന് പറയാം. ലേക്കിൻ മേ സമജ് നഹീ പാത്താ താ, പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇതാണ്. മോർപാൽ ഓർ ഉസ്കെ ജൈസെ മേരെ കൈ സഹപാഠി, സഹപാഠി പറഞ്ഞാൽ കൂടെ പഠിക്കുന്ന ആൾക്കാർ. അപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന മോർപാലിനെ പോലെയുള്ള കുട്ടികൾക്ക് ബിനാ നാഗ റോസ്, നാഗ മീൻസ് മുടക്കം, ഒരു ദിവസം പോലും സ്കൂൾ മുടങ്ങാതെ സ്കൂൾ ക്യൂ ചെലയാത്തത്, എന്തിനാണ് ഈ സ്കൂളിലേക്ക് അവർ വരണേ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല എന്ന് പറയണം. അപ്പം ഇത്രയുമാണ്. അപ്പോൾ ഈ പാഠം വായിക്കുക, അത് മനസ്സിലാക്കുക. സൈഡിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് തരാം. അപ്പം അത് വായിച്ച് അതിൻ്റെ ആൻസർ മനസ്സിലാക്കി എഴുതി വയ്ക്കുക. ആൻസർ അടുത്ത ദിവസം തരാം. ഹമാര സൗദാ ഘേൽഘട്ടി മേ ഗാനയ്ക്ക് അതില ബദലിക്ക, ഭക്ഷണം ഷെയർ ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ തമ്മിലുള്ളൊരു കരാറുണ്ടായിരുന്നു. ഇസ് തരയ്ക്ക് അതിലാ ബദലി സെ ഹം ക്യാ സമജ് സക്തേ, ഇങ്ങനെയുള്ള അതിലാ ബദലി, ഇങ്ങനത്തെ ഈ മാറ്റങ്ങൾ കൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് എഴുതി ഉത്തരം എഴുതി കയ്യിൽ വെച്ചാൽ മതി. ആൻസർ തരാം. ഓക്കെ, താങ്ക് യു.